തലശ്ശേരിയിലെ ജില്ലാ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾക്കിടയിൽ മറ്റ് ചില വിശേഷങ്ങൾ കൂടി അറിയിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത എടുക്കുന്നത്. അതായത് തലശ്ശേരി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഓവർ ബ്രിഡ്ജ് ഫോളി എന്നുള്ളത്. എന്നാൽ എന്താണ് ഈ ഓവർ ബ്രിഡ്ജ് ഫോളി എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് അറിയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്നും എന്താണ് ഈ പേരിൻ്റെ പിറകിലെ കാര്യം എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിഞ്ഞാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഓവർ ബ്രിഡ്ജ് ഫോളി എന്നുള്ളതിൽ പലർക്കും അറിയാമായിരിക്കുമെങ്കിലും ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്തായിരിക്കും ഈ പേര് എന്നുള്ളത്. ഈ നാക്കുളുക്കുന്ന രീതിയിലുള്ള ഈ പേര് വന്നതിന് പിറകിൽ ഒരുപാട് കഥയുണ്ട്. അതായത് 1870 തലശ്ശേരിയിലെ ബ്രിട്ടീഷ് സൈന്യാധിപനായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഈ എൻ ഓവർബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലശ്ശേരിയുടെ ഈ ഒരു പൈതൃക നഗരം അതുപോലെ തന്നെ ഇവിടുത്തെ വിനോദസഞ്ചാര പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് അന്ന് ഓവർബെറി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കാനുള്ള ഒരു ഐഡിയയിലേക്ക് എത്തി. ആ സമയത്ത് ഇവിടെ ആ ഒരു കേന്ദ്രം നിർമ്മിക്കാൻ അദ്ദേഹം തുടങ്ങിയെങ്കിലും അത് പിന്നീട് പൂർണ്ണതയിൽ എത്തിയില്ല. ആ ഒരു പൂർണ്ണതയിൽ എത്താത്ത ആ ഒരു നിർമ്മിതിക്ക് പിന്നീട് ഓവർബെറീസ് ഫോളി എന്ന പേര് നൽകിയിട്ടുണ്ടായി. അതായത് ഫോളി എന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു മണ്ടത്തരമായി പോയ ഒരു നിർമ്മിതി എന്നോ അങ്ങനെ എന്തെങ്കിലും അതിനെ പറയാം. അതായത് പൂർണ്ണമാവാത്ത ആ നിർമ്മിതിയാണ് പിന്നീട് തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത്. അതായത് എൻ ഓവർബെറീസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പിന്നീട് അത് ഓവർബെറീസ് ഫോളി എന്നുള്ള രീതിയിലേക്ക് നാമകരണം ചെയ്യപ്പെടുകയായിരുന്നു. പിന്നീട് വൈകുന്നേരങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ വന്നിരിക്കുകയും അതുപോലെ തന്നെ കടലിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഒരു ഇടവേളകൾ ആനന്ദകരമാക്കാൻ വരുന്ന സ്ഥലമാണ് ഈ ഓവർ ബ്രിഡ്ജ് ഫോളി എന്ന് പറയുന്നത്. നമുക്കൊരു ലൈറ്റ് ഹൗസിൻ്റെ ഒക്കെ ഒരു മോഡലിലാണ് ഇത് പണിതിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ആ രീതിയിലേക്കാണ് ഇത് പണിതിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പണിയാനിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എങ്കിലും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം പണിക്കുന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത് അപൂർണമായി പോയി. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനാണ് പിന്നീട് ഓവർബെറീസ് ഫോളി എന്ന് നാമകരണം ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ നമുക്കറിയാം, ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിൽ ചുമരിൽ മുഴുവനായിട്ട് തലശ്ശേരിൻ്റെ പ്രത്യേകതകളും എല്ലാം തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായി ഇത് ഒരു റിക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഈ കേടുപാടുകളൊക്കെ ഇതിന് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഇപ്പോഴും ഇവിടെയുണ്ട്. തലശ്ശേരിൻ്റെ ചരിത്രം, ക്രിക്കറ്റ്, സർക്കസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളും എല്ലാം തന്നെ ഈ ചുമരിലെല്ലാം തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ, തലശ്ശേരിനെ കൂടുതൽ മനസ്സിലാക്കാൻ കൂടി സാധിക്കും. എന്തായാലും ജില്ലാ കലോത്സവത്തിന് വന്നിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഇവിടെ ഓവർബെറീസ് ഫോളിയിലും എത്തുന്നുണ്ട്. ഒരു തലശ്ശേരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തന്നെ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാധാരണയെക്കാട്ടും കൂടുതലായിട്ട് ഇതിപ്പോൾ കലോത്സവം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത് തോന്നുന്നു. പിന്നെ തലശ്ശേരിയിൽ എല്ലാം ഇവിടെ BMP സ്കൂളിൽ വെച്ചിട്ടാണ് കലോത്സവം ഉള്ളത്. കൂടുതലും പിന്നെ ഫാമിലീസ്, അവരെ കുട്ടികളെ ഫാമിലിയും എല്ലാം ഇവിടെ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്.
കൃത്യമായി പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഓവർബെറീസ് ഫോളി എന്ന് പറയുന്നത്. എന്തായാലും ഉൾഭാഗം അടക്കം ശോഷിച്ച രീതിയിലാണ് നിലവിലുള്ളത്. എന്തായാലും അധികൃതർ നല്ല രീതിയിൽ ഇതിനൊരു പരിഗണന നൽകുമെന്നുള്ള വിശ്വാസം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.